ശ്രീ ഒ അബ്ദുള്ള സാർ കൈ ഉയർത്തിയിരിക്കുന്നു. അബ്ദുള്ള സാർ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയായിരുന്നോ? അല്ല, ഞാൻ പറയുന്നത് എന്ത് തന്നെയാലും വിശ്വാസം എന്നത് വസ്തുത. അത് ഏത് സമുദായത്തിൻ്റെതായാലും ശരി, ഏത് ശക്തിയുള്ള വിശ്വാസമായാലും ശരി, അതാണ് മനുഷ്യരെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആനിലുള്ളൊരു വചനം, നിങ്ങൾ ക്ഷേത്രങ്ങളെ തകർക്കരുതെന്നാണ്. ഒലോലാ ജഫുല്ലാഹിനാസബാദില ഉദ്യമത്ത് സവാമിയോ ബിയാൻ. ദൈവം തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ ക്ഷേത്രങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും മുസ്ലിം പള്ളികളും എല്ലാം തകർക്കപ്പെടുമായിരുന്നു. പക്ഷേ ദൈവമാണ് അത് സംരക്ഷിച്ച് നിർത്തുന്നത്. അപ്പോൾ ആ വിശ്വാസം, അത് ഏതിനുള്ള വിശദാംശപ്പോടെ വരേണ്ടില്ല, ആ വിശ്വാസമാണ് മനുഷ്യനെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നതും. പാവങ്ങളുടെ കണ്ടിരിപ്പോൾ നോക്ക്, പലസ്തീന് എന്തോ ഒരു കൊലയാണ്. ഒരു ദിവസം എത്ര കുട്ടികളെയാണ് അനാഥകളാക്കുന്നതും കൊന്ന് കുഴിച്ചു കൊടുക്കുന്നതും. എന്താണ് അതിനൊക്കെ ന്യായം? രാഷ്ട്രീയം നമ്മൾ ഇതിനകത്ത് മുട്ടണമെന്നില്ല എന്നുള്ള വേറെ കാര്യം. എന്ത് തന്നെ ആയാലും തൻ്റെ സഹോദരനെ മറ്റൊരുത്തൻ തൻ്റെ സഹോദരനാണെന്നും അവൻ്റെ മക്കൾ തന്നെയും കൂടി മക്കളാണെന്നുള്ള വിശ്വാസം, ഇത് നമ്മൾ പറയേണ്ടില്ലല്ലോ. ഹിന്ദു മതത്തിൻ്റെ മഹത്തായ ആശയങ്ങളൊക്കെ അതാണല്ലോ. ലോകോസുഖിനോ എന്നൊക്കെ പറയുന്ന വാചകങ്ങൾ ആരുടേതാ? ഋഷിമാർ നേതൃത്വം നൽകിയ ഒരു രാജ്യമാണ് ഇന്ത്യ. എന്തുകൊണ്ട് ഞാൻ പറയുന്നത് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇസ്ലാമിക ശക്തി ലോകത്തേക്ക് പരന്നൊടിച്ചു. ഇറാൻ, ഇറാഖ്, സിറിയ മുതലായ ഈജിപ്ത് മുതലായ രാജ്യങ്ങളൊക്കെ അധീനപ്പെടുത്തി. പക്ഷേ ഇന്ത്യയിൽ അതവിടെ നിൽക്കേണ്ടി വന്നു. എന്താ കാരണം? ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. അവരാ വിശ്വാസം അനുസരിച്ച് ജീവിക്കുകയും എന്തിനേയും നേരിടാനുള്ളതായ ഒരു പ്രതിരോധ ശക്തി. പല സൈന്യങ്ങളും പരാജയപ്പെട്ടുള്ളതൊക്കെ വേറെ കാര്യമാണ്. എന്നിരുന്നാലും ആ മൂല്യം കണ്ടപ്പോൾ മറ്റ് മുസ്ലിം സൈന്യത്തിന് മനസ്സിലായി ഇവരോട് അങ്ങനെ കളിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് രക്ഷപ്പെട്ടത് ഇന്ത്യ. അത് നമ്മൾ ഒരുപാട് ആഴത്ത് പഠിക്കേണ്ട വിഷയമാണ്. ശ്രീ ഒ അബ്ദുള്ള, ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ എല്ലാവരിലേക്കും തിരികെ എത്താം. ഓരോ റൗണ്ട് കൂടി കാര്യം സമയപരിമിതിയുണ്ട്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചത്. അങ്ങയോടുള്ള എനിക്ക് ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറയുന്നത്, ഒന്ന്, അങ്ങ് വിശ്വാസിയാണ്. രണ്ട്, അങ്ങ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ അന്ധവിശ്വാസത്തെ തുറന്ന് എതിർക്കുന്ന ആളുമാണ്. ഇപ്പോൾ പലസ്തീൻ വിഷയം നമുക്ക് വേറെ തന്നെ ചർച്ച ചെയ്യണം. കാര്യം ഞാൻ ഇന്നിപ്പോൾ ഒന്ന് പരാമർശിച്ചു പോയി. പലസ്തീന് വേണ്ടി ഇന്ന് കണ്ണൂർ പൊയിലൂരിലൊരു പ്രകടനം കണ്ടു. പക്ഷേ കേരളത്തിൽ ഒരിടത്തും ഞാൻ ഇതുപോലുള്ള പ്രകടനങ്ങൾ പഹൽഗാമിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് വേണ്ടി കണ്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സൈന്യത്തിന് വേണ്ടിയും കണ്ടില്ല. അതവിടെ നിൽക്കട്ടെ. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ തന്നെ ആർക്കും നമ്മുടെ നെഞ്ചത്തേക്ക് കയറാം, നമ്മൾ കൈയും കെട്ടി നോക്കിയിരിക്കും എന്ന് കരുതരുത് എന്നൊരു വശം കൂടി അതിനുണ്ട്.